നമസ്കാരം. ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകൾ നോക്കാം. എറണാകുളത്ത് വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. കറുകപ്പള്ളിയിൽ സൈക്കിൾ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരുക്കേറ്റത്. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. എബിൻ, തുടർച്ചയായി ഇത്തരം അപകടങ്ങൾ പതിവാകുന്നു. ഇതിനിടെ ഹൈക്കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കറുകപ്പള്ളിയിൽ സംഭവിച്ചത്? പ്രവിത, ഉച്ചയോടെയാണ് സംഭവം. സൈക്കിൾ ചവിട്ടിപ്പോയിരുന്ന വിദ്യാർത്ഥിയുടെ സൈക്കിളിന്റെ ഹാൻഡിൽ കേബിൾ കുരുങ്ങിയാണ് അപകടമുണ്ടായത്. വിദ്യാർത്ഥിയുടെ കൈവിരൽ അറ്റു തൂങ്ങുകയുണ്ടായി. ഇത് പിന്നീട് ശസ്ത്രക്രിയയിലൂടെയാണ് തുന്നിച്ചേർത്തത്. ഏതായാലും ദാരുണമായ സംഭവം എന്ന് പറയാം. കാരണം മുൻപും എറണാകുളത്ത് പല സ്ഥലത്തും ഇതുപോലെ കേബിൾ കുരുങ്ങി അപകടമുണ്ടായിരുന്നു. അന്ന് ഹൈക്കോടതി വരെ ഇതിൽ ഇടപെട്ട കോടതിയുടെ വിമർശനം ഈ കാര്യത്തിൽ ഉണ്ടായതാണ്. ഇത് അടിയന്തരമായി പരിഹരിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നുള്ള തീരുമാനമുണ്ടായിരുന്നു. പക്ഷേ ഇതിനെല്ലാം പുറമെയാണ് വീണ്ടും വീണ്ടും ഇത്തരത്തിൽ അപകടങ്ങൾ ആവർത്തിക്കപ്പെടുന്നത്. ഇപ്പോൾ ഒരു വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റിരിക്കുന്നത്. വലിയ അപകടം ഒഴിവായി എന്ന് വേണം പറയാൻ. കാരണം മറ്റു സംഭവങ്ങളും ഉണ്ടായില്ല. കുട്ടിയുടെ കൈവിരൽ മുറിഞ്ഞു പോവുകയായിരുന്നു. അതിനുശേഷം പിന്നീട് ശസ്ത്രക്രിയയിലൂടെ തുന്നിച്ചേർക്കുകയാണ് ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ കുട്ടി ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രവിത, ഈ മേഖലയിൽ ഇപ്പോൾ ഈ കേബിളുകൾ മാറ്റാനുള്ള നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? എന്താണ് ഇത് സംബന്ധിച്ച് നമുക്ക് ലഭിക്കുന്ന വിവരം? പ്രവിധ, നിലവിൽ അത്തരത്തിൽ നടപടികൾ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അഴിഞ്ഞു കിടന്ന ഒരു കേബിളിലായിരുന്നു ഈ സൈക്കിളിന്റെ ഹാൻഡിൽ കുടുങ്ങി അപകടമുണ്ടായത്. വിവിധ സ്ഥലങ്ങളിൽ ഈ സമാനമായ രീതിയിൽ കേബിളുകളുണ്ട്. ഏതായാലും ഇതിൽ അടിയന്തരമായ നടപടി ഉണ്ടാകുമെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രവിധ, കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്. എറണാകുളത്ത് വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. കറുകപ്പള്ളിയിൽ സൈക്കിൾ ഹാൻഡിലിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരിക്കേറ്റത്. കുട്ടിയുടെ കൈവിരൽ അറ്റുതൂങ്ങി. അതിനുശേഷം ശസ്ത്രക്രിയ നടത്തി. കുട്ടി ഇപ്പോൾ ആശുപത്രി വിട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാറിന്റെ മുൻവശത്ത് എഞ്ചിൻ ഭാഗത്തായാണ് തീപിടിച്ചത്. ആളപായമില്ല. അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി തീയണച്ചു. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നു. സൂരജ്, എപ്പോഴായിരുന്നു സംഭവം? പ്രവിത, ഒരു 3 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ തൃശൂർ നഗരത്തിൽ നായ്ക്കനാലിന് സമീപം ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചത്. ഹൂണ്ടായി കാറിന്റെ മുൻവശത്തെ എഞ്ചിൻ ഭാഗത്ത് നിന്ന് തീ പടരുകയായിരുന്നു. പെട്രോൾ പമ്പിനോട് ചേർന്നായിരുന്നു ഈ കാറിന് തീപിടുത്തം ഉണ്ടായിരുന്നത്. ഈ സമയത്ത് പെട്രോൾ പമ്പിലെ ജീവനക്കാർ തന്നെ ഓടിയെത്തി ഈ അഗ്നിരക്ഷാ ഉപകരണങ്ങൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് തീ അണക്കുകയായിരുന്നു. പിന്നാലെ ഫയർഫോഴ്സിനെ വിവരം അറിയിച്ച് ഫയർഫോഴ്സ് കൂടി എത്തിയതിനു ശേഷമാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പിന്നീട് ഈ കാർ ഇവിടെ നിന്ന് മാറ്റുകയും ചെയ്തു. ഏറെ നേരം ഈ റോഡിൽ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എന്തായാലും ഷോർട്ട് സർക്യൂട്ടാണ് ഈ തീപിടുത്തത്തെ എന്നുള്ളതാണ് പ്രാഥമികമായ നിഗമനം. റോഡിലെ ഗതാഗതം ഉൾപ്പെടെ പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. സൂരജ് സജിയാണ് തൃശൂരിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ലെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ. ശമ്പളത്തിന്റെയും പെൻഷന്റെയും കാര്യത്തിൽ ആശങ്ക വേണ്ട. 1-ാം തീയതി തന്നെ നൽകും. ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. 1-ാം തീയതി ശമ്പളം കൊടുക്കുമെന്നും പെൻഷൻ കൊടുക്കുമെന്നുള്ളതിനൊന്നും ഒരു സംശയം വേണ്ട. ഇന്നൊരു ടെലിവിഷൻ ചാനലിൽ കണ്ടു ശമ്പളവും പെൻഷനും ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഏതായാലും അങ്ങനത്തെ ഒരു ആശങ്ക വേണ്ട. ക്ഷേമ പെൻഷനൊക്കെ നേരത്തെ തന്നെ ഓർഡർ ഇട്ടു. അതിനുള്ള സ്റ്റെപ്പൊക്കെ എടുത്തിട്ടുണ്ട്. ക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നടക്കും. വിവരങ്ങളുമായി എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. പ്രതീഷ്, വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സർക്കാർ എന്നാണ് വാർത്തകൾ വന്നിരുന്നത്. എന്നാൽ ധനമന്ത്രി പറയുന്നു സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ല എന്ന്. എന്തൊക്കെ കാര്യങ്ങളാണ് ധനമന്ത്രി ഇക്കാര്യത്തിൽ വ്യക്തമാക്കുന്നത്? പ്രവിധ, സംസ്ഥാനത്ത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ കഴിഞ്ഞ തവണത്തേതിന് സമാനമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങില്ല എന്നുള്ളൊരു വിശദീകരണമാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ നടത്തുന്നത്. 1-ാം തീയതി തന്നെ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകുമെന്ന് അല്പസമയം മുമ്പ് ധനമന്ത്രി പ്രതികരിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസമാണ്. ട്രഷറിയിൽ സന്ദർശനം നടത്തിയ ശേഷമായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 25,000 കോടിയോളം രൂപയുടെ ചെലവാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിൽ ഒരു ആശങ്ക, പ്രതിസന്ധി ഉണ്ടെങ്കിൽ കൂടിയും ആർക്കും ഒരു ആശങ്ക വേണ്ട എന്നതാണ് പ്രധാനമായും മന്ത്രി തന്നെ വ്യക്തമാക്കുന്ന കാര്യം. മറ്റൊന്ന്, 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യുമെന്ന് നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ്. ഇതിനു വേണ്ട ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ് മന്ത്രി പറയുന്ന കാര്യം. 2 മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാനായി 1,800 കോടി രൂപയാണ് സർക്കാരിന് വേണ്ടത്. ഒപ്പം ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും നൽകാനും 5,000 കോടി രൂപ വേണം. ഇതിനുള്ള പണം എത്രയും വേഗം സമാഹരിക്കുമെന്ന് തന്നെയാണ് സർക്കാർ നൽകുന്ന വിശദീകരണവും. എം ജി പ്രതീഷാണ് വിവരങ്ങൾ നൽകിയത്. ആശങ്ക വേണ്ട എന്നാണ് ധനമന്ത്രി അറിയിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങില്ല എന്നും ധനമന്ത്രി പറഞ്ഞു.
കാസർകോട്ടെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി. കേസിൽ പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളുണ്ട്. പ്രോസിക്യൂഷൻ ഒത്തുകളിച്ചോ എന്ന് സംശയമുണ്ടെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. നടന്ന അന്വേഷണത്തിലൊക്കെ വ്യക്തമായ തെളിവ് വന്നതാണ്. തെളിവുകൾ ശക്തമായതുകൊണ്ട് പ്രതികൾക്ക് ജയിലിൽ തന്നെ കിടക്കേണ്ടി വന്നു. ട്രയൽ നടന്നാൽ ശിക്ഷ കിട്ടുമെന്ന് ഉറപ്പിച്ച ഒരു കേസാണ്. അതുകൊണ്ടാണ് എല്ലാവരെയും ഞെട്ടിച്ച ഒരു വിധിയാണ് എന്ന് പറയുന്നത്. കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷന് സീരിയസ് ആയിട്ടുള്ള തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അത് പറയപ്പെടുന്നത് പ്രതികളുമായി ഒത്തുകളിച്ചു എന്നുവരെ ആരോപണമുണ്ട്. വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. വിദ്വേഷ പ്രചാരണം നടത്തുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. എ.വി. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, 2017 നടന്ന സംഭവമാണ്. ഏത് സാഹചര്യത്തിലാണ് ഈ മദ്രസ അധ്യാപകനായ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ കോടതി വെറുതെ വിട്ടിരിക്കുന്നത്? അതായത് കൃത്യമായി പ്രോസിക്യൂഷൻ തെളിവുകൾ ഉൾപ്പെടെ കോടതിക്ക് മുമ്പിൽ സമർപ്പിച്ചു. പക്ഷേ ഒടുവിൽ വിധി വന്നപ്പോൾ അതിനെതിരായി പ്രോസിക്യൂഷൻ വിചാരിച്ചതിനെതിരായുള്ള ഒരു വിധിയാണ് വന്നത്. മുഴുവൻ കുറ്റവാളികളെയും വെറുതെ വിടുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. ഒറ്റ വരിയിലാണ് കോടതി വിധി പ്രഖ്യാപിച്ചത്. എന്തായാലും വിധിപ്പുറപ്പ് വന്നതിന് ശേഷം കൂടുതൽ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള വീഴ്ചകളാണ്, ഇല്ലെങ്കിൽ തെളിവുകളുടെ കാര്യത്തിൽ എന്തെങ്കിലും അഭാവമുണ്ടായ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ഈ വിധിപ്പുറപ്പ് പൂർണ്ണമായി ലഭിച്ചതിന് ശേഷമായിരിക്കും മനസ്സിലാവുക. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ടതുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ തോതിലുള്ള വിദ്വേഷ പ്രചരണങ്ങൾ നടന്നിരുന്നു. ഇത് ഏകപക്ഷീയമായ വിധിയാണെന്ന് ഉൾപ്പെടെയുള്ള ഇത് നടന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് സൈബർ ഇടങ്ങളിൽ പെട്രോളിംഗ് ശക്തമാക്കിയത്. വിദ്വേഷ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെയും ഒപ്പം ഇത് പങ്കുവെക്കുന്നവർക്കെതിരെയും കർശനമായ നടപടി എടുക്കുമെന്നാണ് സംസ്ഥാന പോലീസ് മേധാവിയുടെ ആസ്ഥാനത്തു നിന്നുള്ള അറിയിപ്പ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പോലീസ് നിരീക്ഷണം കർശനമാക്കിയിട്ടുണ്ട്. ഒരു തരത്തിലുള്ള പ്രാദേശികമായുള്ള ചേരിതിരിവിനും അനുവദിക്കില്ല എന്നാണ് പോലീസ് നിലപാട്. ഈ കാസർഗോഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ പോലീസ് വലിയ തോതിലുള്ള സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട്. നിരീക്ഷണവും നടത്തുന്നുണ്ട്. പ്രവിത. കാസർകോട്ടെ മദ്രസാധ്യാപകൻ റിയാസ് മൗലവി വധക്കേസിലെ പ്രതികളെ വെറുതെ വിട്ട നടപടി ഞെട്ടിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ കേസുമായി ബന്ധപ്പെട്ട വിധി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടും സമൂഹമാധ്യമങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. എ.വി. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM നേതാവുമായ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. വിവരങ്ങളുമായി നിതിൻ അംബുജൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. ഇതിനായി ഡൽഹിയിൽ എത്തിയപ്പോഴായിരുന്നോ കൂടിക്കാഴ്ച? പ്രവിത, നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കാനായി ഡൽഹിയിലെത്തിയതാണ് കൽപ്പന സോറൻ. കെജ്രിവാളിന്റെ ഭാര്യയുമൊത്ത് കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൽപ്പന സോറൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ജാർഖണ്ഡിൽ എന്താണോ സംഭവിച്ചത് സമാനമായ സാഹചര്യമാണ് ഡൽഹിയിലും ഉള്ളത്. കേന്ദ്ര ഏജൻസികളുടെ ഇടപെടൽ, അതിനെ തുടർന്ന് തന്നെയാണ് ഹേമന്ത് സോറനും ഇത്തരത്തിൽ EDയുടെ ഭാഗത്തും ജയിലിൽ പോകേണ്ട അവസ്ഥ വന്നത്. സമാനമായ നിലയിലുള്ള സാഹചര്യമാണ് ഡൽഹിയിലുമുള്ളത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ മഹാറാലിയിൽ പങ്കെടുക്കുന്നത്. എന്തായാലും ഡൽഹിയിലെത്തിയ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. ഇപ്പോഴത്തെ സാഹചര്യമെല്ലാം തന്നെ സുനിത കെജ്രിവാൾ ഹേമന്ത് സോറന്റെ ഭാര്യയുമായി സംസാരിച്ചു. എന്തായാലും ഈ കേന്ദ്ര ഏജൻസികളുടെ നടപടിയിൽ പിന്തുണ കൽപ്പന സോറൻ ഇപ്പോൾ സുനിത കെജ്രിവാളിന് നൽകിയിട്ടുണ്ട്. കൂടിക്കാഴ്ച അവസാനിച്ച് ഹേമന്ത് സോറന്റെ ഭാര്യ ഇപ്പോൾ വീട്ടിൽ നിന്നും മടങ്ങിയിട്ടുണ്ട്. നിതിൻ അംബുജനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഹേമന്ത് സോറന്റെ ഭാര്യയും JMM നേതാവുമായ കൽപ്പന സോറൻ സുനിത കെജ്രിവാളുമായി കൂടിക്കാഴ്ച നടത്തി. കെജ്രിവാളിന്റെ ഡൽഹിയിലെ വസതിയിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച. കൽപ്പന സോറൻ നാളത്തെ ഇന്ത്യ സഖ്യത്തിന്റെ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമാണ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷ പാർട്ടികൾ ഈ റാലിയിൽ പങ്കെടുക്കുകയും ചെയ്യും. മറ്റൊരു വാർത്തയിലേക്ക്. താക്കീത് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അംഗീകരിക്കുന്നുവെന്ന് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക്. കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗമാണ് എന്നറിഞ്ഞല്ല താൻ പങ്കെടുത്തത്. ജാഗ്രത കുറവ് ഇനി ഉണ്ടാകില്ലെന്നും തോമസ് ഐസക് പറഞ്ഞു. കുടുംബശ്രീയുടെ ഔദ്യോഗിക യോഗത്തിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചത് ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന കളക്ടർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള താക്കീതുണ്ട്. അതുകൊണ്ട് ഔദ്യോഗിക യോഗമാണോ എന്ന് പരിശോധിച്ചിട്ട് മാത്രമേ ഇനി പങ്കെടുക്കത്തുള്ളൂ. ഇല്ല, കളക്ടർ പറഞ്ഞാൽ ശരിയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് ചേരുന്നു. ശ്രീജിത്ത്, എന്തായിരുന്നു മുൻ ധനമന്ത്രി കൂടിയായ ഡോക്ടർ TM തോമസ് ഐസക്കിന്റെ പ്രതികരണം?
അതായത് കുടുംബശ്രീയുടെ യോഗത്തിൽ ഔദ്യോഗിക യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് പറയുന്നത്. അതൊരു CDS വിളിച്ചു ചേർത്ത യോഗമായിരുന്നു എന്നാണ് തോമസ് ഐസക് വിശദീകരിക്കുന്നത്. പക്ഷേ CDS വിളിച്ചു ചേർത്താലും അത് സർക്കാർ പരിപാടിയാണ് എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാദം. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു താക്കീത് നൽകിയ സംഭവം താൻ പൂർണ്ണമായി അംഗീകരിക്കുന്നു, നടപടി പൂർണ്ണമായി അംഗീകരിക്കുന്നു. അതിൽ തെറ്റു സംഭവിച്ചിട്ടുണ്ട്, അത് തിരുത്തുമെന്ന് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് പറഞ്ഞത്. തൻ്റെ പ്രവർത്തകരാണ് തന്നെ അങ്ങോട്ട് കൊണ്ടുപോയത്, തനിക്ക് നേരിട്ട് അതൊരു ഔദ്യോഗിക യോഗമായി തനിക്ക് അറിയില്ലായിരുന്നു. പക്ഷേ കൃത്യമായ രീതിയിൽ അത് മനസ്സിലാക്കി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഈ ഒരു താക്കീത് എന്നാണ് തോമസ് ഐസക് പറഞ്ഞു വെക്കുന്നത്. എന്തായാലും കോൺഗ്രസ് ഈ പരാതിയുമായൊക്കെ മുന്നോട്ട് പോകുന്നത് കോൺഗ്രസിന് പരാജയ ഭീതി കൊണ്ടാണ്, പേടി കൊണ്ടാണ് എന്നുകൂടി തോമസ് ഐസക് പറയുന്നുണ്ട്. അതായത് പ്രവർത്തകർക്ക് ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ട്, ഒരു പിഴവ് സംഭവിച്ചിട്ടുണ്ട്, അത് ഇനി മേലാൽ ആവർത്തിക്കില്ല എന്നുകൂടി ഡോക്ടർ TM തോമസ് ഐസക് ഈ ഒരു ഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ഈ ഒരു നടപടിയെ എന്തായാലും അംഗീകരിക്കുന്നു എന്നുകൂടി പറയുമ്പോൾ കൃത്യമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഒരു ഘട്ടത്തിൽ പോലും ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഒരു വെല്ലുവിളിയോ ഉയർത്താൻ തോമസ് ഐസക് തയ്യാറാവുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുക്കുന്നത് ചട്ടലംഘനമാണ്, ഇതിനാൽ തങ്ങൾ താക്കീത് ചെയ്യുന്നു എന്നാണ്. ഇനി ഇത് ആവർത്തിക്കരുതെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രാഥമിക നടപടിക്രമം മാത്രമാണ്. എന്തായാലും കോൺഗ്രസ് ഈ വിഷയത്തിൽ അവർ ഉന്നയിക്കുന്നത് ഇത് മാത്രം പോരാ, ഇത് മാത്രം പോരാ, ഇത് ചെറിയ നടപടിയാണ് എന്നാണ് കോൺഗ്രസിൻ്റെ ഒരു വാദം. അവർ ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാനുള്ള ഒരു നീക്കവും കാണുന്നുണ്ട്. എന്തായാലും ഡോക്ടർ TM തോമസ് ഐസക് ഇന്ന് പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആദ്യഘട്ടത്തിൽ താക്കീത് ലഭിക്കുന്നു. ഇനി തുടരെ മറ്റു പരാതികളിലും നടപടി ഉണ്ടാകും. എന്തായാലും UDF സ്ഥാനാർത്ഥി ആന്റണിയുടെ ചിത്രങ്ങൾ വ്യാപകമായി വെയിറ്റിംഗ് ഷെഡിൽ ഉപയോഗിക്കുന്നുവെന്ന പരാതി LDF നൽകിയിട്ടുണ്ട്. ഈ വിഷയത്തിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുക്കുമെന്നാണ് LDFും പറയുന്നത്. അങ്ങനെ പരാതികളുമായി അടിയും തിരിച്ചടിയുമായി ഇരു മുന്നണികളും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാണ്. പത്തനംതിട്ടയിൽ തെരഞ്ഞെടുപ്പ് ചർച്ചകളും സജീവമായി നടക്കുന്നു. ശരി ശ്രീജിത്ത്, താക്കീത് നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി അംഗീകരിക്കുന്നുവെന്നാണ് പത്തനംതിട്ടയിലെ LDF സ്ഥാനാർത്ഥി ഡോക്ടർ TM തോമസ് ഐസക് പ്രതികരിച്ചത്. CPIM നേതാക്കളുടെ കണ്ണൂർ പയ്യാമ്പലത്തെ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കിയ സംഭവത്തിൽ പ്രതിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ ചാല സ്വദേശി ഷാജിയാണ് അറസ്റ്റിലായത്. ആക്രി സാധനങ്ങൾ ശേഖരിച്ച് വിൽക്കുന്നയാളാണ് ഷാജി. അതിക്രമത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യം ഇല്ല എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സജോ, രാഷ്ട്രീയ ലക്ഷ്യമില്ല എന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ടല്ലോ, എന്തിനാണ് ഇത്തരത്തിൽ ഈ സ്തൂപങ്ങൾ വികൃതമാക്കിയതെന്ന് പ്രതി പറഞ്ഞിട്ടുണ്ടോ? എന്താണ് പോലീസ് വ്യക്തമാക്കുന്നത്? കാര്യത്തിലൊരു വ്യക്തത വന്നിരിക്കുന്നു. കണ്ണൂർ പയ്യാമ്പലത്തെ CPIM നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ ലായനി ഒഴിച്ച് വികൃതമാക്കിയ സംഭവത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘം പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ഇദ്ദേഹം കണ്ണൂർ ടൗണിലും ബീച്ച് മേഖലയിലുമൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ആക്രി സാധനങ്ങളും കുപ്പികളും ഒക്കെ ശേഖരിച്ച് വിൽപ്പന നടത്തുന്ന ആളാണ്. വീട്ടിൽ ഒന്നും പോകാറില്ല. നാളുകളായി തന്നെ കണ്ണൂർ നഗരത്തിൽ തന്നെ വർഷങ്ങളായി താമസിക്കുകയും ഇത്തരത്തിൽ കുപ്പികൾ ശേഖരിച്ച് വിൽക്കുകയുമാണ് ചെയ്യുന്നത്. അങ്ങനെ ശേഖരിച്ച ഒരു കുപ്പിയിലെ പഴകിയ ശീതള പാനീയമാണ് ഈ സ്തൂപങ്ങളിൽ ഒഴിച്ചത്. എന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യം ഇക്കാര്യത്തിലില്ല. അതായത് ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന സ്വഭാവക്കാരനാണ്. ആ ഘട്ടത്തിൽ അതായത് മദ്യം ഉൾപ്പെടെ ലഹരിയൊക്കെ ഉപയോഗിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു പ്രകോപനം അദ്ദേഹം ചെയ്തതാണ്. അതല്ലാതെ മറ്റെന്തെങ്കിലും ഒരു രാഷ്ട്രീയ ലക്ഷ്യമോ, അതായത് ഇക്കാര്യത്തിൽ പ്രധാനമായി ഉണ്ടായിരുന്ന ഒരു സംശയം അവിടെ സുകുമാര അഴീക്കോട് മുതൽ AKG വരെ വ്യത്യസ്ത രാഷ്ട്രീയ ധാരകളിലും സാഹിത്യകാരന്മാരുടെയും ഒക്കെ സ്മൃതി കുടീരങ്ങളുണ്ട്. അതിൽ EK നാരായണൻ, കോടിയേരി ബാലകൃഷ്ണൻ അടക്കമുള്ള CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിൽ ലായനി ഒഴിച്ചതായിരുന്നു. അതിന് പിന്നിൽ ആസൂത്രണവും അല്ലെങ്കിൽ മുൻകൂട്ടി ഒരു ഗൂഢാലോചനയും ഒക്കെ ഉണ്ട് എന്ന് സംശയിക്കാനുണ്ടായ കാരണം. പക്ഷേ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തിയത്. അതിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതായത് ഈ സ്മൃതി കുടീരങ്ങളിൽ ലായനി ഒഴിച്ചു എന്ന് കരുതപ്പെടുന്ന സമയത്ത് തന്നെ ഇദ്ദേഹം അതുവഴി കടന്നു പോവുകയും ഈ കൃത്യം ആ ഘട്ടത്തിൽ ഇദ്ദേഹമാണ് അതുവഴി സഞ്ചരിച്ചതെന്ന് വ്യക്തമാവുകയും ചെയ്തിരുന്നു. പ്രതിയും ഈ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. ഒപ്പം ഈ സാമ്പിളുകൾ ശേഖരിച്ച, അതായത് സ്മൃതി കുടീരങ്ങളിൽ ഒഴിച്ച ലായനിയുടെ സാമ്പിളുകൾ വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. ഇത് സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ്, അതായത് ശീതള പാനീയം തന്നെയാണ് ഈ സ്മാരകങ്ങളിൽ ഒഴിച്ചിരിക്കുന്നത് എന്നതുകൂടി വ്യക്തമായി. അതായത് ഇദ്ദേഹം തന്നെ മൊഴിയിൽ പറഞ്ഞിരുന്നത് അവിടെ നിന്ന് കുപ്പി ശേഖരിക്കുന്നതിനിടയിൽ കിട്ടിയ ഒരു കുപ്പിക്കകത്ത് ഉണ്ടായിരുന്ന പാനീയമാണ്, അല്ലെങ്കിൽ ഉണ്ടായിരുന്ന ലായനിയാണ് ഇതിലേക്ക് ഒഴിച്ചത്. അതായത് സോഫ്റ്റ് ഡ്രിങ്ക് തന്നെയാണ്, പഴകിയ ശീതള പാനീയമാണ്, അതിന്റെ സ്വഭാവം മാറും. അതുകൊണ്ടാണ് സ്മൃതി കുടീരങ്ങളിലെ വികൃതമാകുന്ന രൂപത്തിലേക്ക് അവ പോയത്. അതായത് ഏറെ നാൾ പഴകിയ ശീതള പാനീയത്തിന്റെ സ്വഭാവം മാറിയതുകൊണ്ടാണ് അവ ഈ സ്മൃതി കുടീരങ്ങൾ വികൃതമാക്കുന്ന രൂപത്തിലേക്ക് പോയത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യമോ ആസൂത്രണമോ ഇല്ല എന്നാണ് പോലീസിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ. പ്രതിയുടെ മൊഴിയും അതാണ്. ആ ഘട്ടത്തിൽ ചെയ്തു പോയത് എന്ന കുറ്റസമ്മതവും പ്രതി പോലീസിന് മുന്നിൽ നടത്തിയിട്ടുണ്ട്. അറസ്റ്റ് ഇപ്പോൾ കണ്ണൂർ ടൗൺ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശരി, സജോ ദേവസ്യാണ് കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.
തൃപ്പൂണിത്തുറ കണ്ണൻകുളങ്ങരയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിപ്പരുക്കേൽപ്പിച്ചു. തൃപ്പൂണിത്തുറ സ്വദേശി രതീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരുക്കേറ്റ ധനിയെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കുടുംബ പ്രശ്നങ്ങളാണ് ആക്രമണത്തിന് കാരണം എന്നാണ് സൂചന. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നു. വിഷ്ണു, ഇപ്പോൾ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ധന്യയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? പ്രവിധ ധന്യ ആരോഗ്യസ്ഥിതി വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഇന്ന് 4:30 സംഭവം. ഏറെ നാളായി ധന്യയും രതീഷും തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ന് ഹിൽ പാലസ് പോലീസ് സ്റ്റേഷനിൽ ഇരുവരെയും വിളിച്ചു വരുത്തി പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുന്നതിന് ഒരു ശ്രമം നടത്തിയിരുന്നു. പക്ഷേ ആ ശ്രമം പരാജയപ്പെട്ടു. പിന്നാലെ ഇരുവരും സ്റ്റേഷൻ വിട്ട് പുറത്തിറങ്ങി ഇരുവരും വീടുകളിലേക്ക് പോവുകയായിരുന്നു. ഇതിനിടയിലാണ് വൈകുന്നേരം 4:30 രതീഷ് ഈ കണ്ണൻകുളങ്ങരയിൽ വെച്ച് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച ധന്യയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചത്. കൈക്കും ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്നത്. തുടർന്ന് നാട്ടുകാർ സഹായത്താലാണ് ധന്യയെ അവിടെ നിന്ന് തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ഈ രതീഷിനെ ആ സമയത്ത് തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാൾക്ക് മറ്റു ക്രിമിനൽ പശ്ചാത്തലമുണ്ടോ എന്നുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ധന്യയുടെ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. പ്രവിധ. ശ്രീ വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. പാലക്കാട് ജില്ലയിൽ ചൂട് 43 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ആലത്തൂർ എരുമയൂർ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ സ്റ്റേഷനിൽ ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്കാണ് 43.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. ഈ വർഷം രേഖപ്പെടുത്തുന്ന ഏറ്റവും ഉയർന്ന താപനിലയാണ് ഇത്. എസ് ശ്യാംകുമാർ പാലക്കാട് നിന്ന് ചേരുന്നുണ്ട്. ശ്യാം, മാർച്ച് മാസം അവസാനമായതേ ഉള്ളൂ. 43.1 എന്ന് പറയുന്നത് സാധാരണയായി ഇങ്ങനെ രേഖപ്പെടുത്താറുള്ള ഒരു കാലാവസ്ഥയല്ല. എന്താണ് നിലവിലെ സാഹചര്യം? പ്രവിധ, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ എരിമായൂരിലുള്ള ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിലാണ് 43.1 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ സ്റ്റേഷനിൽ തന്നെ ഉച്ചയ്ക്ക് 2 മണിക്ക് 42 ഡിഗ്രിയും 42 ഡിഗ്രി രേഖപ്പെടുത്തിയിരുന്നു. ഈ അടുത്ത കാലത്ത് രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന ചൂടാണ് ഇവിടെ രേഖപ്പെടുത്തിയതെന്ന് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട്. ഇത് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ സൈറ്റിലേക്ക് അവർ അപ്ലോഡ് ചെയ്യുന്ന രേഖ കൂടിയാണ്. ഏറ്റവും വലിയ ചൂടാണ് ഇന്ന് ഇവിടെ 3 മണിയോടുകൂടി അനുഭവപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി 40 ഡിഗ്രിക്ക് മുകളിലാണ് ഈ പ്രദേശത്ത് ചൂട് അനുഭവപ്പെടുന്നത് എന്ന് ജീവനക്കാർ തന്നെ പറയുന്നുണ്ട്. ഇത് ഹ്യൂമിഡിറ്റി ഉൾപ്പെടെയുള്ള ഘടകങ്ങൾ കൂടി പരിഗണിക്കുമ്പോൾ 45 ഡിഗ്രിക്ക് മുകളിലാവും ആളുകൾക്ക് ഈ ചൂട് അനുഭവപ്പെടുക എന്നുള്ളത് കൂടിയാണ് ജീവനക്കാർ ഉൾപ്പെടെ പറയുന്നത്. ഏതായാലും പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചൂട് അതീവമായി വലിയ രീതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത്. അതിനിടയിലാണ് ഇന്ന് 43 ഡിഗ്രിക്ക് മുകളിലേക്ക് ചൂട് കടന്നിരിക്കുന്നത്. യഥാർത്ഥ താപനില 43 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിലും റിയൽ ഫീൽ 45 ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാണ് ശ്യാംകുമാർ നൽകുന്ന വിവരം. പാലക്കാട് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ചൂട് രേഖപ്പെടുത്തിയത്. ആലത്തൂർ എരുമയൂർ ഓട്ടോമാറ്റിക് കാലാവസ്ഥാ സ്റ്റേഷനിലാണ് ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് 43.1 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയത്. എറണാകുളത്ത് വീണ്ടും കേബിൾ കുരുങ്ങി അപകടം. കറുകപ്പള്ളി സൈക്കിൾ ഹാൻഡിൽ കേബിൾ കുരുങ്ങി വിദ്യാർത്ഥിക്ക് പരുക്കേറ്റു. കറുകപ്പള്ളി സ്വദേശി അബ്ദുൽ ഹസനാണ് പരുക്കേറ്റത്. എബിൻ ജോസ് ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. എബിൻ, നിലവിലെ സാഹചര്യം എന്താണ്? പ്രവിധ, ഞാനിപ്പോൾ നിൽക്കുന്നത് അബുൽ ഹസന്റെ വീട്ടിലാണ്. ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം അദ്ദേഹം വീട്ടിലെത്തിയിട്ടുണ്ട്. മോനെ, എങ്ങനെയാണ് അപകടം ഉണ്ടായത്? എൻ്റെ വീട് മാറ്റമായിരുന്നു. ഈ പുതിയ വീട്ടിലേക്ക് സാധനങ്ങൾ കൊണ്ടുതന്നെയായിരുന്നു. അപ്പോൾ ആ വഴി ഓട്ടോ ഫ്രണ്ടിൽ പോയി. ഞാൻ ബാക്കിൽ പോകുമ്പോൾ ലൈൻ കമ്പി കണ്ടില്ല. ലൈൻ കമ്പി എൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ചുറ്റി. ഹാൻഡിലില്ലേ, സൈക്കിളിൻ്റെ ഹാൻഡിൽ കയ്യിലും കൂടെ ചുറ്റി. മോതിരം ഉണ്ടായി കയ്യിൽ. അപ്പോൾ വലിഞ്ഞ് വീഴണ സമയത്ത് വലിഞ്ഞപ്പോൾ ഇതും ഈ ഇവിടെ മുതൽ ഇവിടം വരെയും എല്ല് കാണായിരുന്നു എനിക്ക്. രണ്ട് നരമ്പ് ഡാമേജായി, ടിഷ്യൂ ഡാമേജായി, പിന്നെ തൊലി ഇത്രയും വലിഞ്ഞു പോയി. എന്നിട്ട് ഇപ്പം എനിക്ക് ഇതായ സമയത്തൊന്നും ഓർമ്മയുണ്ടായില്ല. ഞാൻ കണ്ടപ്പോൾ തന്നെ എൻ്റെ ഇത് പോയി. സ്ഥിരമായിട്ട് അതിലൂടെ സൈക്കിളിൽ പോകാറുള്ളതാണ്? അതെൻ്റെ പഴയ വീടിൻ്റെ വഴിയാണ്. അതുവഴി ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. അപ്പം പിന്നെ ഇത് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിക്കാത്തപ്പോൾ ഇത് കയ്യിൽ കുടുങ്ങിയപ്പോൾ. ഇങ്ങനെ കേബിളുകൾ താഴ്ന്ന് കിടക്കാറുണ്ടായിരുന്നു നേരത്തെയൊക്കെ? എങ്ങനെയാണ്? നേരത്തെ അവിടെയല്ല, കറുവപ്പള്ളി പല ഭാഗത്തും ഇങ്ങനെ കിടക്കാറുണ്ട്. ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒന്നും ഉണ്ടാവരുത്, അതാണ് പറയാനുള്ളത്. പ്രവിധ, ഇതാണ് ഇപ്പോൾ ഇന്നലെയായിരുന്നു അപകടമുണ്ടായത്. കൈവിരൽ അറ്റു തൂങ്ങിപ്പോകുന്നൊരു സാഹചര്യമായിരുന്നു ഈ കേബിളിൽ കുരുങ്ങി ഉണ്ടായത്. അതിനുശേഷം ഇപ്പോൾ ശസ്ത്രക്രിയയ്ക്ക് ശേഷം +2 പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. പരീക്ഷയുണ്ട്, അടുത്ത ദിവസം അവസാന പരീക്ഷ എഴുതാനുള്ളതാണ്. ആ സാഹചര്യമൊക്കെ നിലനിൽക്കെയാണ് അബുൽ ഹസന് ദാരുണമായ ഒരു അപകടമുണ്ടായത്. ഏതായാലും നേരത്തെ ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേബിൾ കുരുങ്ങിയുള്ള അപകടങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ നിശിതമായ വിമർശനം ഉന്നയിച്ചതാണ്. എങ്കിൽ പോലും വീണ്ടും ആ പ്രശ്നങ്ങളൊന്നും പരിഹരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വീണ്ടും ഒരു അപകടം കറുവപ്പള്ളിയിൽ ഉണ്ടായതിൻ്റെ സാഹചര്യം. പ്രവിധ.
ശരി അബിൻ, എന്തായാലും കുട്ടി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെ നിരവധി കേബിളുകൾ ആ ഭാഗത്ത് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മറ്റൊരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ, അതിനുള്ള കരുതൽ ഈ അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകട്ടെ എന്നും പ്രതീക്ഷിക്കുകയാണ്. എറണാകുളത്താണ് വീണ്ടും കേബിൾ കുരുങ്ങി അപകടമുണ്ടായത്. ഇതോടെ ഇപ്പോൾ കിട്ടിയത് പൂർണ്ണമാകുന്നു. ഇനി 100 വാർത്തകളുടെ സമയം. 100 ന്യൂസുമായി ഗൂഗിൾ രവിയെത്തും. നമസ്കാരം.